നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല മൊരിന്നിരിക്കുന്ന ഡാർക്ക് ബ്ലാക്ക് പോർക്ക് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ചിലയിടങ്ങളിൽ പോർക്ക്, ചിലയിടങ്ങളിൽ പന്നി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് നല്ല മൊരിഞ്ഞ പോർക്ക് ഫ്രൈ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. പോർക്ക് ഫ്രൈ ഉണ്ടാക്കുന്നതിന് ഒരു 1.5 കിലോ പോർക്ക് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, വിനാഗിരി, കല്ലുപ്പ് ഇത്രയും സാധനം ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി ഒരു 1 മണിക്കൂർ നമുക്ക് വെക്കാം. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. കഴുകി വൃത്തിയാക്കിയ പോർക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് നമ്മുടെ പോർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 5 കഷ്ണം വെളുത്തുള്ളി, ഒരല്പം വെളിച്ചെണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈക്കോ അല്ലെങ്കിൽ തവിക്കോ നന്നായിട്ട് പുരട്ടി വെക്കാം. എന്നിട്ട് നമുക്ക് ഒരൊറ്റ വിസിലിന് ഈ കുക്കറിങ്ങി വാങ്ങി വെക്കാവുന്നതാണ്. ഇറച്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് അടി കട്ടിയുള്ള ഒരു ഉരുളി എടുക്കുക. ഉരുളിക്കകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അത് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇത്രയും സാധനം ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടുന്നതിന് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. ഇളക്കി യോജിച്ചതിന് ശേഷം ഒരു മൂടി ഉപയോഗിച്ച് മൂടി വെക്കുക. അന്നേരം നമ്മുടെ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. സവാളയൊക്കെ വാടി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. മുന്നേ ഇട്ട പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വറുത്ത് പൊടിച്ച പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നമ്മൾ പന്നി വേവിച്ച സമയത്ത് അതിനകത്തേക്ക് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി ഒഴിക്കാൻ പോകുന്നത് പന്നിയുടെ ഇറച്ചിയിൽ നിന്ന് തന്നെ വേവിച്ചപ്പോൾ വന്ന വെള്ളവും അതിൻ്റെ നെയ്യുമാണ്. അത് ഒഴിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് നമ്മുടെ ഈ ഒരു മസാലയ്ക്കകത്തേക്ക് ഇട്ട് എന്നിട്ട് മിക്സ് ചെയ്യുക. കൂടുതലും ആൾക്കാർ പെട്ടെന്ന് ബീഫാണേലും പോർക്കാണേലും വറുത്തെടുക്കാനായിട്ട് ഈ സ്റ്റോക്ക് യൂസ് ചെയ്യത്തില്ല. അവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി വേവിച്ചതിന് ശേഷം ആ ഇറച്ചി മാത്രം ഇട്ട് മസാലയിലിട്ട് മൂപ്പിച്ച് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. പക്ഷേ നമ്മൾ ബീഫിൻ്റെ ആണെങ്കിലും പോർക്കിൻ്റെ ആണെങ്കിലും ഈ ഒരു സ്റ്റോക്ക് എടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ പന്നിയുടെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് കൂടുതലും പന്നിയുടെ നെയ്യാണ്. അപ്പോൾ ആ നെയ്യിക്കകത്ത് കിടന്ന് നമ്മുടെ ഈ ഇറച്ചി നന്നായിട്ട് വെന്ത് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. നമ്മൾ ബീഫ് വറുത്തെടുക്കുമ്പോൾ നമുക്ക് എണ്ണ കുറച്ചധികം വേണം. ശരിക്കും പന്നി വറുത്തെടുക്കുമ്പോൾ നമുക്ക് അധികം എണ്ണയുടെ ആവശ്യമില്ല. കാര്യം പന്നി അത്യാവശ്യം ഫാറ്റൊക്കെ ഉള്ളൊരു ഇറച്ചിയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ അതിൻ്റെ ഫാറ്റ് ഉരുകി നമുക്ക് ഈ കാണുന്ന കൂട്ട് നമുക്ക് എണ്ണ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യമേ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ചൊഴിക്കുക. നമ്മൾ ഇറച്ചിക്കകത്തേക്ക് ഇപ്പം പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തത്. നേരത്തെ നമ്മൾ പെരിഞ്ചീരക പൊടി ചേർത്ത് കൊടുത്തിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഇറച്ചി വറുത്ത് വരുമ്പം ആ പെരിഞ്ചീരകവും ആ ഇറച്ചിയും കൂടെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നത്. ഇറച്ചി കറിയാണെങ്കിലും ഇറച്ചി ഫ്രൈ ആണെങ്കിലും ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമാണ് നമ്മുടെ കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് ഇറച്ചി വറുക്കുന്നതിന് പൊടിക്കുമ്പോൾ അല്പം തരിയായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. കുരുമുളക് ഞാൻ ഇപ്പോൾ ഇറച്ചിയിൽ ചേർത്തത് കൂടാണ്ട് പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കുരുമുളക് ചേർത്തിരുന്നു. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും
കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുരുമുളകും നമ്മുടെ ഈ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നത് ഇറച്ചിക്ക് നല്ല അസാധ്യ ടേസ്റ്റ് തരും. ഇപ്പോൾ നമ്മളത് കൂടാണ്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് പോരായ്മയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇറച്ചിക്കകത്തേക്ക് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഹോം മെയ്ഡ് മീറ്റ് മസാലപ്പൊടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ഇനി ഒരു 10 to 15 മിനിറ്റ് ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈയിലേക്ക് വെച്ച് ഇറച്ചി നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചിയുടെ നിറം നേരത്തെ കളറിൽ നിന്നൊന്ന് മാറി കുറച്ചൊന്ന് ഡാർക്കായിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരു 10 മിനിറ്റും കൂടെ ഈ ഇറച്ചി ഇതേ കൂട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് ഇങ്ങെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് തരിതരിയായിട്ട് പൊടിച്ച കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്ത് അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് ഇറച്ചിയിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കുരുമുളകും ഈ കറിവേപ്പിലയും നമ്മുടെ പെരിഞ്ജീരകമൊക്കെ ഇടുന്നത് ഇറച്ചിക്ക് ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ബൗൾ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് ടൊമാറ്റോ കെച്ചപ്പ് പ്ലസ് ഡാർക്ക് സോയ സോസ്, അല്പം വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇറച്ചിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ടൊമാറ്റോ കെച്ചപ്പ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു പുളി കിട്ടും. പിന്നെ ഡാർക്ക് സോയ സോസ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി ഒന്നും കൂടെ ഒന്ന് ഡാർക്ക് ബ്ലാക്ക് ആവും, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് കഴിയുമ്പോൾ ഇറച്ചിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും വീണ്ടും തരിതരിയായിട്ട് പൊടിച്ച ബ്ലാക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1 മിനിറ്റ് മാത്രം ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇറച്ചി ഫ്രൈ ചെയ്ത് വന്നതിൻ്റെ നിറം കണ്ടോ, നല്ല ഡാർക്ക് ബ്ലാക്ക്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി സെയിം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേ കൂട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് പോർക്ക് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പോർക്കിൻ്റെ ഇറച്ചി എന്ന് പറയുന്നത് അതീവ രുചിയുള്ളൊരു ഇറച്ചിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.